നേതൃത്വത്തിലുള്ള NDA സർക്കാർ മൂന്നാമതും രാജ്യത്തിലെ അധികാരത്തെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് BJP പ്രവർത്തകർ മുഴുവൻ ഉള്ളത്. പാലക്കാട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മധുരം വിതരണം ചെയ്തുകൊണ്ടും നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ടും BJP പ്രവർത്തകർ ഈ ഒരു നിമിഷം വലിയ രീതിയിൽ ആഘോഷം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ പാലക്കാട് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ആവേശത്തിലും സന്തോഷത്തിലും ഇന്ന് രാജ്യം മുഴുവൻ വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിന്റെ നിമിഷത്തിലാണുള്ളത്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 1962 ശേഷം തുടർച്ചയായി മൂന്നാമത്തെ തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് വലിയ ഒരു മുന്നേറ്റത്തിനാണ് ദേശീയ ജനാധിപത്യ സഖ്യം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് അധികാരമേൽക്കുന്നത്. ഭാരതത്തിന്റെ ചരിത്ര താളുകളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന ഈ ഒരു നിമിഷം രാജ്യം മുഴുവൻ അതിവിപുലമായി ഒരു സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ഒരു ദിവസമായി മാറിയിരിക്കുകയാണ്. അതിനോടൊപ്പം പാലക്കാട്ടിലെ ജനങ്ങളും അണിചേർന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് റിസൾട്ട് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ 25,000 ലഡുകൾ തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു അല്ലേ? ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വീണ്ടും മൂന്നാമത്തെ തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ലഡു വിതരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് തന്നെ ആയിരുന്നു. ഇത്തരത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിൽ തന്നെ മോദി സർക്കാരിന്റെ ഭരണം ഈ രാജ്യത്തുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. മന്ത്രിമാരെയാണ് കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ. എന്നും ഇതിനു മുൻപ് മോദിയുടെ രണ്ടാം സർക്കാരിന്റെ സമയത്തും കേരളത്തെ അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ തുടങ്ങിയ 2 മന്ത്രിമാർക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ സ്ഥാനം കൊടുത്തിരുന്നു. ഇത്തവണയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള 2 പ്രതിനിധികളുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. ഈ 2 പേര് ഏതാനും ഔദ്യോഗികമായ വിവരം ലഭിക്കുന്നതോടൊപ്പം തന്നെ ഈ 2 പേര് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വലിയ ഒരു സന്തോഷത്തിന്റെ നിമിഷം കൂടിയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഔദ്യോഗികമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. BJP പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. പാലക്കാട് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു ആഘോഷ പരിപാടി. നിലവിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് പ്രവർത്തകർ നൃത്തം ചെയ്തും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം മധുരം വിതരണം ചെയ്തുകൊണ്ടും ഈ ഒരു ആഘോഷം നടത്തുന്നത്. വലിയ രീതിയിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA വീണ്ടും അധികാരത്തിലെത്തുന്നത് വലിയ ആഘോഷമാക്കാനാണ് പാലക്കാട്ടെ BJP പ്രവർത്തകരുടെയും തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ബിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.